വാഴ ഇറങ്ങിയതിന് ശേഷം ഇപ്പം ട്രെൻഡിങ് വെനില ചെടിയാണല്ലോ. വെനില ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ വെനില ചെടിയെക്കുറിച്ച് അധികം ആർക്കും അറിയാത്തൊരു കഥയാണ്. ഈ വെനിലയുടെ പരാഗണം ഒരു നാച്ചുറൽ, ഒരു സ്ലോ പ്രോസസ്സാണ്. ഇതിനെ കമേഴ്ഷ്യലായി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിച്ചത് മനുഷ്യരാണ്. ഇത് കണ്ടുപിടിച്ചത് 1841 12 വയസ്സുള്ള ഒരു ആഫ്രിക്കൻ കുട്ടിയാണ്. പേര് എഡ്മണ്ട് ആൽബിസ്. ഒരുപാട് വർഷം റിസർച്ച് ചെയ്തിട്ടും സയന്റിസ്റ്റുകൾക്കും ബോട്ടണിസ്റ്റുകൾക്കും ഇത് കണ്ടെത്താനായില്ല. ഈ ഒരു കാര്യമാണ് ആൽബിസ് ഒരു വിറകുകൊള്ളിയും ഒരു ബ്ലേഡും കൊണ്ട് കണ്ടെത്തിയത്. ഇതൊരു വലിയ വിജയമായിരുന്നു. ഇതിനുശേഷം ലക്ഷക്കണക്കിന് ഡോളറിന്റെ വെനില ബിസിനസ് ലോകത്ത് നടന്നു. ഇതിൽ സങ്കടകരമെന്ന് പറയട്ടെ, ആൽബിസിനെ അന്നത്തെ സമൂഹം അംഗീകരിച്ചില്ല. ഈ കണ്ടുപിടുത്തത്തിലൂടെ ആൽബിസ് മാർക്കറ്റ് ഒരു വാല്യൂ സൃഷ്ടിച്ചു. പക്ഷേ ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനോ ഇതിൻ്റെ ഓണർഷിപ്പ് എടുക്കാനോ ആൽബിസിന് സാധിച്ചില്ല. ഇതിന് കാരണം അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയായിരുന്നു. ഇന്ന് നിങ്ങളിൽ പലരും തന്നെ നിങ്ങളുടെ വർക്ക് കൊണ്ടും ടാലൻറ്റ് കൊണ്ടും ഐഡിയാസ് കൊണ്ടും കോൺസെപ്റ്റ് കൊണ്ടും എല്ലാം മാർക്കറ്റിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര പേര് അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നുണ്ട്? ഇത്തരത്തിൽ നിങ്ങളുടെ ഐഡിയാസ് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിനും അതിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്നതിനും ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ സമീപിക്കുന്നത് ഗുണകരമായിരിക്കും.